ഇനിയിപ്പോ സുബ്ഹാനല്ലാഹ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബിരിയാണി ദമ്മിട്ട മാതിരി ദമ്മിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് എടുത്ത് വിളമ്പുമ്പോ സുബ്ഹാനല്ലാഹ് ആരെ പ്ലേറ്റിലാ കൂടുതൽ എന്നത് വെളിച്ചത്ത് വരുമ്പോണ്ട് എല്ലാ ദുനിയാവും ആഖിറവും മറന്നു ചെല്ലരും. പിന്നെ റോട്ടുമ്മലിറങ്ങിയിട്ട് തെറി പറയലും ചീത്ത വിളിക്കലും കല്ലെറിയലും. അങ്ങനെയാണോ മനുഷ്യന്മാർ വേണ്ടത്? ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക സ്വാഭാവികമാണ്. അതിൽ ഒരാൾ എന്താവും കൂടുതൽ വോട്ട് കിട്ടും, ഒരാൾക്ക് കുറച്ച് വോട്ട് കിട്ടും, ഒരാൾക്ക് ചിലപ്പോൾ തീരെ കുറച്ച് കിട്ടും. അങ്ങനൊക്കെ ഓരോരുത്തർക്കും കിട്ടും. കൂടുതൽ വോട്ട് കിട്ടിയാൽ അദ്ദേഹം ജയിച്ചു എന്ന് പറയും. അല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടൊന്നുമില്ല. അയാൾ വേറെ സ്വർഗത്തിൽ കടന്നിട്ടൊന്നുമില്ല. ഈ ജയിച്ചു എന്ന് പറയുന്ന ആള് രണ്ടു കാലം സ്വർഗത്തിലെത്തിയോ? ഇല്ല. അയാൾക്ക് ഒരുപക്ഷെ നരകത്തിൽ കിടക്കാൻ വഴിയായിരിക്കും ചിലപ്പോ ഈ ജയിച്ചത്. ചിലപ്പോ ഒരുപക്ഷെ സ്വർഗത്തിൽ കിടക്കാൻ വഴിയായി കൂടാന്നില്ല. നമ്മളെങ്ങനെയാണ് തീരുമാനം പറയാ? അപ്പൊ യഥാർത്ഥ വിജയമല്ലല്ലോ അത്. തൽക്കാലം കൂടുതൽ വോട്ട് കിട്ടിയ ആള് നിയമസഭയിലേക്ക് പോകും, മറ്റേ ആള് നിയമസഭയിൽ പോവില്ല, മറ്റേ ആള് അദ്ദേഹത്തിന്റെ ജോലിയായിട്ട് അദ്ദേഹം പോകും. സ്വാഭാവികമല്ലേ? അതിന്റെ പേരിൽ എന്തിന് പരസ്പരം ചീത്ത വിളിക്കണം, എന്തിന് തെറി പറയണം, എന്തിന് റോട്ടുമ്മലിറങ്ങിയിട്ട് ഒട്ടാകെ തുള്ളലിപ്പോ പഴയ മാതിരിയല്ല. പണ്ട് കാലത്ത് ആൺകുട്ടികൾ തുള്ളല, ഇപ്പൊ പെൺകുട്ടികൾ തുള്ളല. ഒരു ലെവലും ഇല്ല. മുസ്ലിം പെൺകുട്ടികളാന്നുള്ള ഒരു ലെവലും ഇല്ല. നിങ്ങളെവിടെ കണ്ടത് എനിക്കറിയില്ല. ഞങ്ങളെ ഭാഗത്തൊക്കെ തീരെ ഈ ലെവൽ തെറ്റിയിരിക്കുകയാണ്. പെൺകുട്ടികൾ റോട്ടുമ്മലിറങ്ങിയിട്ട് ആണുങ്ങളെ കൂടെ തുള്ളല് മാത്രല്ല, സുബ്ഹാനല്ലാഹ്, ചിലപ്പോ സ്ഥാനാർത്ഥിക്ക് കൈ കൊടുക്കുക. സ്ഥാനാർത്ഥിയായ പിന്നെ ആങ്ങളെയും പെങ്ങളുമായി ഈ കള്ളശേഖന്മാരെ മാതിരി. ഷെയ്ഖിന്റെ മുരീദിച്ചിയായ പിന്നെ പരസ്പരം കൈ കൊടുക്കാന്ന് അവരെ മദ്ഹബ്. അതുപോലെ സ്ഥാനാർത്ഥിയായ പിന്നെ കൈ കൊടുക്കൽ ചിലര് ഇങ്ങനെ നേർക്ക് നേരെ കൈ കൊടുക്കുമ്പോ കൈയിന്റെ ഉള്ളും നമുക്ക് കൊടുക്കുന്നതിന് പകരം ചിലര് ഒരു കുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണും തമ്മിൽ ആര് പഠിപ്പിച്ചു കൊടുത്താണിത്? അന്യപെണ്ണിന്റെ ശരീരം തൊടൽ ഹറാമല്ലേ? പെണ്ണിന്റെ ശരീരം നോക്കൽ ഹറാമല്ലേ? എത്ര മസ്അലകളാണ് ആ വിഷയത്തിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഓ സുഹൃത്തുക്കളെ, അത് ഖുർആനല്ലേ? ഖുലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. ഈമാനുള്ളവരോട് പറയൂ നബിയെ, കണ്ണടക്കട്ടെ, അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. എന്നിട്ട് ഈ അന്യപെണ്ണും അന്യപുരുഷനും കൂടിക്കലർന്ന് തുള്ളിയിട്ട് അത് വീഡിയോയിൽ പിടിച്ചിട്ട് വലിയ അഭിമാനമായിട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്ന ഈമാൻ ഒരു തരി പോലും ഇല്ലാത്ത ജനങ്ങളുടെ പ്രവർത്തനം മുസ്ലിം സമുദായത്തിൽ ഇവിടുന്ന് കയറി വന്നു. ഇത് ഓ സുഹൃത്തുക്കളെ, ആരെല്ലാമോ ചെയ്യുന്നു എന്നതിന് നമ്മൾ ചെയ്യാൻ പോകണ്ട. വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ. അല്ലാഹ് പറയുന്നു, തെറ്റ് ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ ചായണ്ട. അവര് ചെയ്യും പോലെ നിങ്ങൾ ചെയ്യണ്ട. ചെയ്യുന്നവരെ നിങ്ങൾ അഭിനന്ദിക്കണ്ട. അവരിലേക്ക് നിങ്ങൾ ചായണ്ട. ഫതമസ്സകുമുന്നാർ. അപ്പൊ നിങ്ങളെയും നരകം പിടികൂടും കേട്ടോ.